നമസ്കാരം. ഏവർക്കും പരിചയമുള്ള പുകയില എന്ന സസ്യത്തെയാണ് നമ്മൾ കൂടുതലായി ഇവിടെ ചർച്ച ചെയ്യുന്നത്. പുകയില ചെടിയുടെ ഇലയാണ് പുകയില എന്നറിയപ്പെടുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന മാദക ദ്രവ്യമാണ് ഇത്. നൂറ്റാണ്ടുകളായി മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഒരു ലഹരി വസ്തുവാണിത്. മറ്റുള്ള ലഹരി വസ്തുക്കൾ പോലെ തന്നെ ഉപയോഗിക്കുന്ന ആളിനെ പുകയിലയുടെ സ്ഥിരം ഉപഭോക്താവ് ആക്കി മാറ്റുന്നതിന് പുകയിലയ്ക്ക് കഴിവുണ്ട്. പണ്ട് ഭക്ഷണക്ഷാമം വന്നപ്പോൾ പുകയില കൂട്ടി മുറുക്കി വിശപ്പിനെ പ്രതിരോധിച്ചിരുന്നു. വടക്കേ ഇന്ത്യയിൽ പുകയിലയുടെ ഉപയോഗം വർദ്ധിക്കാൻ കാരണം അവിടുത്തെ ഭക്ഷണക്ഷാമമാണെന്നാണ് ഒരു വിലയിരുത്തലുള്ളത്. ഇത് സൊളനേസി കുടുംബത്തിലെ നിക്കോട്ടിയാന സ്പീഷീസിലെ ടബാക്കം ഇനമാണ് പുകയില. ഇതിൻ്റെ ശാസ്ത്രീയ നാമം നിക്കോട്ടിയാന ടബാക്കം എന്നുള്ളതാണ്. മലയാളത്തിൽ ഇതിനെ പുകയില, പുകല എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ ടൊബാക്കോ എന്നാണ് പറയുക. സംസ്കൃതത്തിൽ ഇതിനെ തമാക്കു, താമ്രകൂടം, വജ്രഭംഗി, ധൂമപത്ര, താമ്പുക, ക്ഷാരപത്ര, കലഞ്ച എന്നൊക്കെ വിളിക്കാറുണ്ട്. ഹിന്ദി ഭാഷയിൽ ഇതിനെ തമ്പാക്കു എന്നാണ് പറയുക. തെലുങ്ക് ഭാഷയിൽ ഇതിനെ പോകക എന്നാണ് പറയുക. തമിഴ് ഭാഷയിൽ ഇതിനെ പോകയല്ലി, പുകയിലൈ എന്നൊക്കെ പറയാറുണ്ട്. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. പുകയിലയുടെ ജന്മദേശം ആമസോൺ മേഖലയിലെ പെറു ആണ്. ഇത് കൂടുതലായി കൃഷി ചെയ്യുന്നത് അമേരിക്കയിലാണ്. ഇന്ത്യ, ചൈന, ജപ്പാൻ, ഇറ്റലി, പോളണ്ട്, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ പുകയില കൃഷി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ആന്ധ്ര, ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിലാണ് കൃഷി ചെയ്യുന്നത്. കേരളത്തിൽ കാസർഗോഡ് ജില്ലയിലെ ചില സ്ഥലങ്ങളിൽ ഇത് കൃഷി ചെയ്യുന്നുണ്ട്. രൂപവരണം നോക്കാം. 2 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഏകവാർഷിക ഔഷധ സസ്യമാണ് പുകയില. കാണ്ഡം നേരെ വളരുന്നതും മൃദുരോമങ്ങളുള്ളതുമാണ്. തറനിരപ്പിനോട് ചേർന്ന് ശാഖകൾ ഉണ്ടാകും. ഇലയ്ക്ക് 9.5 തുടങ്ങി 27 സെന്റിമീറ്റർ വരെ നീളവും 3 തുടങ്ങി 8.5 സെന്റിമീറ്റർ വരെ വീതിയും ഉണ്ടാകും. ഇലയുടെ മധ്യഭാഗം വീതി കൂടി ആയതാകൃതിയിൽ ആണ് കാണപ്പെടുന്നത്. പുഷ്പമഞ്ജരി ചെടിയുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്നു. ദളപുടത്തിന് ഫണലാകൃതിയാണ്. ഇവയ്ക്ക് ഇളം പിങ്ക് നിറമോ ചുവപ്പ് നിറമോ ആണ്. ഫലം 2-4 വാൽവുകളുള്ള ക്യാപ്സ്യൂളാണ്. 2 സെന്റിമീറ്റർ നീളമുണ്ടാകും. ഗോളാകൃതിയിലുള്ള വിത്തുകൾ അനേകം ഉണ്ടാകും. വിത്തുകൾക്ക് ചുവപ്പ് കലർന്ന തവിട്ട് നിറമോ കടും തവിട്ട് നിറമോ ആയിരിക്കും. വിത്ത് മുഖേനയാണ് വംശവർദ്ധനവ് നടക്കുന്നത്. ഇനങ്ങളെ നോക്കാം. നിക്കോട്ടിന റസ്റ്റിക്ക എന്ന വളരെ വീര്യം കൂടിയ പുകയില ഉൾപ്പെടെ ലോകത്ത് 68 തരം പുകയിലകൾ ഉള്ളതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ 12 ഇനങ്ങൾക്ക് മനുഷ്യരിൽ ഹൽസജോനിക്കോ അല്ലെങ്കിൽ ടോക്സിക്കായോ ഒക്കെ പ്രവർത്തിക്കാൻ കഴിയും. പുകയില വെള്ളയും പിങ്കും ചുവപ്പും നമ്മുടെ നാട്ടിലുണ്ട്. കാട്ടുപുകയിലയും ഉണ്ട്. ഉൽപ്പന്നങ്ങളെ നോക്കാം. സിഗരറ്റ്, ബീഡി, ഹുക്ക, മുറുക്കാൻ, മൂക്കിപ്പൊടി, പാൻ മസാല എന്നിവ പുകയില ഉൽപ്പന്നങ്ങളാണ്. പൊതുപയോഗങ്ങളെ നോക്കാം. ഇത് കീടനാശിനിയായിട്ട് ഉപയോഗിക്കാറുണ്ട്. പുകയില കഷായം ജൈവ കീടനാശിനിയായിട്ട് ഉപയോഗിക്കാറുണ്ട്. ബീഹാറികൾ പുകയില പൊടിച്ച് പല്ല് തേക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് പല്ല് തേച്ചാൽ അല്പം ലഹരി കൂടി ഉണ്ടാകും. ചിലർ ഛർദ്ദിച്ചൊന്നും വരാം. വിശ്വാസവും ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം. പുകയിലയ്ക്ക് ബ്രഹ്മപത്രം എന്നൊരു പേരുണ്ട്. മഹാവിഷ്ണുവിന് തുളസിയിലയും ശിവന് കൂവളത്തിലയും പോലെ ബ്രഹ്മാവിന് പുകയിലയും ഇഷ്ടപത്രമാണ്. പുകയില കോഴിയുടെ വായിൽ വെച്ചാൽ കോഴി തുള്ളുന്ന ഒരു കൗതുക വിദ്യയുണ്ട്. പൂജയ്ക്ക് നിർത്തുന്ന കോഴിയെ അങ്ങനെ ചെയ്യിക്കാറുണ്ടായിരുന്നു. മുൻകാലങ്ങളിൽ മുറുക്ക് വ്യാപകമായിരുന്നു. ഒരു വീട്ടിൽ ചെന്നാൽ ആദ്യം അതിഥിക്ക് മുറുക്കാൻ കൊടുക്കുന്നത് ഒരു പരമ്പരാഗത രീതിയായിരുന്നു. മുറുക്കാൻ കൊടുക്കുമ്പോൾ അതിലധികം പുകയില ഉണ്ടെങ്കിൽ ആ വീട്ടിൽ ബുദ്ധിശൂന്യനായ ഒരാൾ ഉണ്ട് എന്നും, ചുണ്ണാമ്പ് അധികമാണെങ്കിൽ ആതിഥേയൻ, അതായത് കൊണ്ടുവരുന്നയാള് ശുദ്ധനായിരിക്കുമെന്നും, പാക്കാണ് അധികമെങ്കിൽ ഗുരുത്വമുള്ളവനാണെന്നും, വെറ്റിലയാണ് അധികമെങ്കിൽ ഭാഗ്യമുള്ള കുടുംബമാണെന്നും ഒക്കെ ലക്ഷണശാസ്ത്രം പറയാറുണ്ട്. വിവിധ രാജ്യങ്ങളിലെ ഷമാനിസം പോലുള്ള താന്ത്രിക വിധികളിലും മാന്ത്രിക വിധികളിലും ചില ആരാധനാ സമ്പ്രദായങ്ങളിലും പുകയില ഉപയോഗിച്ചു വരുന്നുണ്ട്. സസ്യങ്ങളും പച്ചിലകളും സംഗീതവും നൃത്തവും മറ്റും ഉപയോഗിച്ച് പ്രകൃത്യാതീത ശക്തികളെ ആരാധിക്കുകയും മനുഷ്യരിലെ അമാനുഷിക ശക്തികളെ ഉണർത്തുകയും ചെയ്യുന്ന രീതിയാണ് ഷമാനിസം എന്ന് പറയുന്നത്. രാസഘടകങ്ങളെ നോക്കാം. പുകയിലയിലുള്ള 500ഓളം രാസവസ്തുക്കളിൽ ഏറ്റവും മുഖ്യൻ നിക്കോട്ടിൻ എന്ന ആൽക്കലോയിഡാണ്. പുകയില ചെടിയുടെ വേരിലാണ് നിക്കോട്ടിൻ ഉണ്ടാകുന്നത്. ചെടിയുടെ എല്ലാ ഭാഗങ്ങളിലും ഇത് കാണും. ഇലകളിലാണ് കൂടിയ അളവിൽ സംഭരിക്കപ്പെട്ടത്. ആകെയുള്ളതിൻ്റെ ഏതാണ്ട് 60% ഇലകളിലും 20% തണ്ടിലും 10% വേരിലും 5% പൂക്കളിലും കാണുന്നുണ്ട്. നിക്കോട്ടിൻ കൂടാതെ നിക്കോട്ടലിൻ, അനാത്താലിൻ തുടങ്ങിയ ആൽക്കലോയിഡുകളും
നിറമില്ലാത്ത ക്ഷാരതൈലം, റെസിൻ, കൊഴുപ്പ്, ബാഷ്പശീലമുള്ള കർപ്പൂര സദൃശ ഘടകം എന്നിവയും പുകയിലുണ്ട്. ഔഷധ മൂല്യത്തെ നോക്കാം. പുകയിലച്ചെടിയുടെ ഔഷധയോഗ്യമായ ഭാഗം ഇലയാണ്. ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലും പുകയിലയെ മരുന്നായി ഉപയോഗിക്കുന്നുണ്ട്. ദഹനക്കുറവ്, വയറുപെരുക്കം, അരുചി, വാതവേദന, നീര്, വേദന, അഗ്നിമാന്ദ്യം എന്നിവ ശമിപ്പിക്കുന്നതാണ്. ദഹനം വർദ്ധിപ്പിക്കുന്നതാണ്. ചില വിഷപദാർത്ഥങ്ങൾ ഉള്ളിൽ ചെന്നാൽ ഛർദ്ദിച്ച് പുറന്തള്ളാൻ പുകയില നീര് ഉപയോഗിക്കാറുണ്ട്. അരുചി ശമിപ്പിക്കുന്നതാണ്. പല്ലുവേദനയ്ക്ക് പുകയില ചേർന്ന യോഗങ്ങൾ ഉപയോഗിച്ചിരുന്നു. പുകയില സെഡേറ്റീവ് ആണ്, ന്യൂറോ ട്രാൻക്വിലൈസർ ആണ്, വിരേചനകാരിയാണ്, ചെറിയ അളവിൽ ക്യാൻസറോജനിക്കും ആണ്. ചില പാരസൈറ്റുകൾ ഉണ്ടാക്കുന്ന ചർമ്മരോഗങ്ങളിലും വൻകുടലിലെ രോഗങ്ങളിലും ഗൗട്ട് എന്ന വാതരോഗത്തിലും പുകയില ഉപയോഗിച്ചിരുന്നു. മാനസിക രോഗ ചികിത്സയിലും പുകയില ഉപയോഗിക്കുന്നുണ്ട്. ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. 1. പുകയില കഷായത്തിൽ എണ്ണ കാച്ചി തേച്ചു കഴിഞ്ഞാൽ മുട്ടുവേദന, നടുവേദന മുതലായ വാതവേദനകൾ ശമിക്കുന്നതാണ്. 2. ചില പ്രദേശങ്ങളിൽ പ്രസവം സുഗമമാക്കാൻ പുകയില വൈറ്റത്ത് അരച്ച് പുരട്ടാറുണ്ട്. 3. പുകയിലപ്പൊടി വെച്ച് കെട്ടിയാലും മുറിവ് വേഗത്തിൽ കരിയും. മുൻകാലങ്ങളിൽ ചിലര് മുറിവില് മൂക്കിപ്പൊടി വെച്ച് കെട്ടിയിരുന്നു. 4. കീടവിഷത്തിനും സർപ്പവിഷത്തിനും പുകയിലപ്പൊടി വെച്ച് കെട്ടുന്നത് നല്ലതാണ്. 5. പുകയില അരച്ച് ബാഹ്യമായി ഉപയോഗിച്ചാൽ നീർക്കെട്ട്, സന്ധിവേദന, സന്ധിവാതം, ശരീരവേദന മുതലായവ ശമിക്കുന്നതാണ്. 6. പുകയില അരച്ചു തേക്കുകയോ അല്ലെങ്കിൽ കഷായം വെച്ച് ധാര കോരുകയോ ചെയ്താൽ വേദനകൾക്ക് ശമനമുണ്ടാകും. 7. പുകയിലയും ശർക്കരയും അരച്ച് ലേപനം ചെയ്താൽ വേദന ശമിക്കുകയും ഉറക്കമുണ്ടാവുകയും ചെയ്യും. ചില നാടോടികൾ കുട്ടികളെ ഉറക്കാൻ വേണ്ടിയിട്ട് പുകയിലയും ശർക്കരയും അരച്ച് കുട്ടികളുടെ പൃഷ്ഠഭാഗത്ത് തേക്കാറുണ്ട്. 8. പുകയില തലയിൽ അരച്ച് തേച്ചു കഴിഞ്ഞാൽ താരനും പേനും ഒക്കെ ശമിക്കുന്നതാണ്. 9. മുക്കാൽ ഭാഗം കളിയടയ്ക്കയും ഇല്ലെങ്കിൽ സാധാരണ അടയ്ക്കായാലും മതി, കാൽഭാഗം പുകയിലയും ചേർത്ത് ചവച്ചു കഴിഞ്ഞാൽ ശരീരം വിയർക്കാത്തവർക്കും വിയർപ്പ് ഗ്രന്ഥി ഉണ്ടെങ്കിൽ വിയർപ്പുണ്ടാകും. 10. പുകയില ചതച്ച് കക്ഷത്തിൽ വെച്ചാൽ കുട്ടികൾക്ക് ശോധനയുണ്ടാകും. 11. പുകയില കരിച്ച് പൽപ്പൊടിയാക്കാം. ഇത് മോണവേദനയ്ക്ക് നല്ലതാണ്. 12. വട്ടച്ചൊറികൾക്ക് പുകയില അരച്ച് തേക്കുന്നത് നല്ലതാണ്. 13. തലയിലെ പേൻശല്യത്തിന് പുകയിലയുടെ പുക കൊള്ളുന്നത് നല്ലതാണ്. 14. അട്ട കടിച്ചു കഴിഞ്ഞാൽ പുകയില വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അട്ട ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നതാണ്. 15. ദിവസങ്ങളോളം മലം പോകാതെ ഇരുന്നാൽ പുകയില ഞെട്ടി മലദ്വാരത്തിൽ വെച്ച് കഴിഞ്ഞാൽ മലം പോകുന്നതാണ്. 16. പുകയിലയും കരിപ്പട്ടിയും സമമായി എടുത്ത് മൺചട്ടിയിലാക്കി ശീലമൺ ചെയ്ത് പുടം ചെയ്ത ഭസ്മം കടിവായിൽ വെക്കുകയും ശുദ്ധജലത്തിൽ കലക്കി ഉള്ളിൽ കഴിക്കുകയും ചെയ്താൽ ഉഗ്രവിഷങ്ങൾ ശമിക്കുന്നതാണ്. 17. മൂക്കിലെ ദശയ്ക്ക് പുകയില ശുദ്ധി ചെയ്ത് നല്ല പുളിച്ച മോരിലിട്ട് ഒരു രാത്രി വെച്ചിരുന്ന് രാവിലെ ഞരടി പിഴിഞ്ഞ് ആ മോരിൽ കാച്ചിയ തൈലം 10 തുള്ളി മൂർധാവിലിറ്റിക്കുകയും 2-3 തുള്ളി ബഡ്സിലെടുത്ത് മൂക്കിലെ ദശയിൽ പുരട്ടുകയും ചെയ്താൽ മൂക്കിലെ ദശ ചുരുങ്ങിപ്പോകുന്നതാണ്. 18. കാട്ടുപുകയില ചേർത്ത് കാച്ചിയെടുത്ത തൈലം മുട്ടുവേദനയും സന്ധി തേയുന്നത് മൂലമുള്ള വേദനയും നീർക്കെട്ടും മറ്റുമൊക്കെ ശമിപ്പിക്കുന്നതാണ്. ഇനി കാട്ടുപുകയില കിട്ടിയില്ല എങ്കിൽ സാധാരണ പുകയില ചേർത്തും അങ്ങനെ എണ്ണ കാച്ചിയെടുക്കാവുന്നതാണ്. ചരിത്രപരമായ കാര്യങ്ങളെ നോക്കാം. സ്പെയിനിൽ നിന്ന് ക്രിസ്റ്റഫർ കൊളംബസും മറ്റും അമേരിക്കൻ വൻകരകളിലേക്ക് എത്തിയതോടെയാണ് പുകയിലയെക്കുറിച്ച് ബാഹ്യലോകം അറിയുന്നത്. ക്യൂബയിലെത്തിയ കൊളംബസ് സംഘം അവിടുത്തെ ആളുകൾ ഒരു ചെടിയുടെ ഇല ചുരുട്ടി കത്തിച്ച് അതിന്റെ പുക ശ്വസിച്ച് നടക്കുന്നതായി കണ്ടെത്തി. തൽക്കാലത്തേക്ക് ഉന്മേഷം പകർന്നു നൽകാൻ അതിന് കഴിയുന്നുണ്ടെന്ന് കണ്ടെത്തിയതോടുകൂടി അവരും പുകയില ഉപയോഗിക്കാൻ തുടങ്ങുകയും തുടർന്ന് പുകയില യൂറോപ്പിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ 16-ാം നൂറ്റാണ്ടോടുകൂടി ഇത് ലോകമെമ്പാടും പ്രചാരത്തിലായി. 17-ാം നൂറ്റാണ്ടോടെ ഇന്ത്യയിലും പുകയില കൃഷി ചെയ്യാൻ തുടങ്ങി. ഇതിന്റെ ഉപഭോഗം ക്യാൻസറിനും ഹൃദ്രോഗത്തിനും കാരണമാകുന്നുവെന്ന് 1990-കളോടെ കണ്ടെത്തിയതോടെ തുടക്കത്തിൽ നല്ല പ്രോത്സാഹനം കിട്ടിപ്പോന്ന പുകയില വ്യാപാരം സർക്കാർ തലത്തിലുള്ള നിയന്ത്രണങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ വിധേയമായി വരികയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ നോക്കാം. പുകയില ഉപയോഗിക്കുന്നവര് കുരുമുളക് കൂട്ടി ഉപയോഗിച്ചാൽ പുകയിലയുടെ ദോഷം കുറയുന്നതാണ്. ഗുണത്തേക്കാൾ അധികം ദോഷമുള്ള പുകയില പൊതുവെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് അഭികാമ്യം. അകത്ത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പാർശ്വഫലങ്ങളെ നോക്കാം. പുകയില കൂടുതൽ ഉപയോഗിച്ചാൽ തലയ്ക്ക് ലഹരി, ഛർദി, അതിസാരം മുതലായവ ഉണ്ടാകും. പുകയില ശീലിച്ചവർ അത് നിർത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന വിഷമങ്ങൾ മലബന്ധവും അശാന്തിയും ഉറക്കമില്ലായ്മയൊക്കെയാണ്. അമിതമായി പുകവലി കാലിലും മറ്റും വ്രണങ്ങൾ ഉണ്ടാക്കും. ത്വക്ക് രോഗങ്ങളുള്ളവർ പുകവലിച്ചാൽ എത്ര ചികിത്സിച്ചാലും രോഗം ശമിക്കില്ല. വെളുത്ത അകത്തിപ്പൂവ് ചതച്ച് നെയ്യും ചേർത്ത് സേവിച്ചാൽ പുകയില കഴിച്ചുണ്ടാകുന്ന ഛർദി, ഞരമ്പുകൾക്കുണ്ടാകുന്ന തളർച്ച, ഹൃദയരോഗങ്ങൾ, ശ്വാസ രോഗങ്ങൾ എന്നിവ
ശമിക്കുന്നതാണ്. വെറ്റില മുറുക്കുന്ന സമയത്ത് അടക്കയുടെയും പുകയിലയുടെയും ദോഷം കുറയ്ക്കാനായി കാത്തോ അഥവാ കരിങ്ങാലി സത്തോ കൂട്ടിയിടിച്ച് ഉപയോഗിക്കുന്നവരുണ്ട്. കരിങ്ങാലി സത്ത് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഖതിരാതി വടി പുകവലി മൂലം പല്ലിലുണ്ടായ കറ മാറ്റുന്നതാണ്. പുകവലി നിർത്താനും ഇത് വായിലിട്ട് കൊണ്ടിരിക്കുന്നത് നല്ലതാണ്. മായമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ നോക്കാം. പുകയിലയിൽ അമിതമായി കീടനാശിനി ഉപയോഗിക്കുന്നത് അതിന്റെ ദോഷങ്ങൾ ഏറെ വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.